ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ഒരു ബിസിനസ്സായി മാറ്റേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതിയോ എന്നാണ് ചോദ്യം. ഒരു പുസ്തകം എഴുതുന്ന ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ ശരിക്കും പുസ്തകം എഴുതുന്നത് ഈ പുസ്തകം എഴുത്തൊരു ബിസിനസ്സാക്കി മാറ്റാനാണോ, അതോ ഈ പുസ്തകം എനിക്കൊരു ക്രിയേറ്റീവായിട്ട് ഞാൻ കൊണ്ടുപോകണം, ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഞാനും അയാൾ കുറേ സമയം ഇരുന്ന് സംസാരിച്ചത്. ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം, നിങ്ങൾ ശരിക്കും പുസ്തകം എഴുതുമ്പോൾ അതിനൊരു ബിസിനസ് മോഡ് ആക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതൊരു പക്ഷേ ഒരു ബിസിനസ്സായി വരണമെങ്കിൽ നാളുകൾ പിടിക്കും. കാരണം നിങ്ങളുടെ ഇൻറ്റൻഷൻ അതിലൂടെ പണം വരിക എന്നുള്ളതാണ്. അപ്പോൾ മില്യനേഴ്സിൻ്റെ ഒക്കെ സക്സസ് സ്ട്രാറ്റജി എടുത്തു നോക്കുമ്പോൾ അവർ ഒരു വർഷം തന്നെ 50-ലുപരി പുസ്തകം വായിക്കുന്നവരെ. ഞാൻ എൻ്റെ മെൻറ്ററുമായിട്ട് ഈ വിഷയം ഇതേ ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഇരിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യം. എൻ്റെ മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഏതൊരു ക്രിയേറ്റീവ് ആണെങ്കിൽ അതൊരു പുസ്തകം എഴുത്താവട്ടെ എന്തും ആവട്ടെ, നമ്മളുടെ ആ സമയത്തെ ഇൻറ്റൻഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഒരു എഴുതുന്ന ഒരാൾ ഈ പുസ്തകത്തിലൂടെ ധാരാളം അറിവുകൾ ഒരാൾക്ക് കിട്ടുകയും അത് അയാളുടെ ലൈഫിൽ അത്രമാത്രം ചേഞ്ചസ് ഉണ്ടാക്കുകയും അയാളെ പേഴ്സണൽ ലൈഫിലും അയാളെ ബിസിനസ് ലൈഫിലും അത്രയും സ്ട്രോങ് ആയ ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അയാൾ ആ പുസ്തകം എഴുതുന്നെങ്കിൽ അയാളെ പുസ്തകം ആ തലത്തിലുള്ള ഔട്ടായിരിക്കും ആ ബുക്കിലൂടെ വായിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടാവും. സെയിം ടൈം ഇതൊരു പുസ്തകം, ഇതിലൂടെ എനിക്ക് കുറേ സമ്പത്ത് ഉണ്ടാക്കണം, ഞാൻ കുറേ അറിയപ്പെടണം എന്ന ഇൻറ്റൻഷനോട് കൂടി ഒരു പുസ്തകം എഴുതുമ്പോൾ, ഇനി പുസ്തകം എഴുതലല്ല, ഏതൊരു ക്രിയേറ്റീവായ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട് ആ തലത്തിലേക്ക് അറിയാതെ പോകുന്നതാണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മണിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളെ ക്രിയേറ്റിവിറ്റിയെ ലീഡ് ചെയ്യിപ്പിക്കരുത്. അയാളെ ക്രിയേറ്റിവിറ്റി, അയാളെ പ്രൊഡക്ടിവിറ്റി, അതിലൂടെയുള്ള റിസൾട്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് പണത്തെ അല്ല അയാൾ ഫോക്കസ് ചെയ്യുന്നത്, അതിലൂടെ ഉണ്ടാകേണ്ട റിയൽ ചേഞ്ചസ് എന്താണോ, അയാൾ ശരിക്കും ആഗ്രഹിക്കുന്ന ഔട്ട് എന്താണോ, അയാൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആ ക്രിയേറ്റീവ് ചെയ്യുന്നത്, അതിലൂടെ അയാൾ ആഗ്രഹിക്കുന്ന റിയൽ റിസൾട്ട് എന്താണോ, ആ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് മാത്രമാണ് അയാളുടെ ക്രിയേറ്റിവിറ്റിയിൽ അയാൾ ഇൻവോൾവ് ചെയ്യേണ്ടത്. ആബ്സല്യൂട്ട്ലി അതിൻ്റെ റിസൾട്ടായിരിക്കും അവിടെ കിട്ടുക. അതുകൊണ്ട് ഏതൊരു ക്രിയേറ്റീവ് സെഗ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളും ആ ക്രിയേറ്റീവ് സെഗ്മെൻറ്റിനെ ഒരു ബിസിനസ് മോഡാക്കുക എന്നുള്ള ഇൻറ്റൻഷൻ അല്ല വെക്കണം. റിയലി എന്താണോ അവരാഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് അതായിരിക്കണം അവരുടെ ഇൻറ്റൻഷൻ. അതവർക്ക് അവരിൽ അത്രയ്ക്കും വലിയ റിസൾട്ടും മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവർ പോലും അറിയാതെ അവർക്ക് ലക്ഷങ്ങളും കോടികളും അതിൻ്റെ പിറകിൽ വരുന്നുണ്ടാവും.